ഇന്ന് ഷിനിക്കാക്ക് മാത്രം വർക്കിന് പോയാൽ മതി കേട്ടോ. ഐനൂസിന് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് അംഗൻവാടി ഇല്ല. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ നല്ലൊരു യുദ്ധം നടക്കും കേട്ടോ. അങ്ങനെ ഞാനിന്ന് രാവിലെ എണീറ്റിട്ട് നേരെ ക്രീം പീസ് ഇതേ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നലെ രാത്രി എവിടെ നിന്നില്ലാത്തൊരു വയറുവേദനയും ഛർദ്ദലും തലകറക്കവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇന്നലെ മുച്ചോടും നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഇന്നലെ രാത്രി 1 മണിയായപ്പോഴാട്ടെ വീട്ടിൽ വന്ന് കയറിയത്. അപ്പോൾ ഇക്കാക്ക് എന്തായാലും അറിയാം ഞാനിന്ന് രാവിലെ എണീക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആവുമെന്ന്. അതുകൊണ്ട് തന്നെ ഇതായ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി തന്നെ. അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറി മാത്രം വെച്ചാൽ മതി, പിന്നെ ചായയും കൂടി കാച്ചണം. അങ്ങനെ ഇതാ പൊറോട്ട ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് പൊറോട്ട ചൂടാറുമല്ലോ, രാത്രി വാങ്ങിച്ചു വെച്ചാലേ. അതുകൊണ്ട് പൊറോട്ട ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് അത് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രീൻ പീസിലോട്ട് മസാലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കടുകും അതുപോലെ തന്നെ ഇടിച്ചമുളകും ഇട്ടിട്ട് അതൊന്ന് താളിച്ചിട്ട് പിന്നെ നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നല്ലോണം തിളച്ച് വറ്റട്ടെ. അപ്പോഴത്തേക്കും ഞാനിതാ 3 പേർക്കുള്ള ചായ ക്ലാസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ രാവിലെ തന്നെ ചായ കുടിച്ചതിനെ കുറച്ച് ആശ്വാസം കിട്ടും കേട്ടോ. ഇപ്പോഴും വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഷിനിക്കാക്ക് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഷിനിക്കാക്കുള്ള പൊറോട്ടയും ക്രീം പീസും കറിയും കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ക്രീം പീസ് കറി. പക്ഷേ ഇക്കാക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്കാക്ക് വേഗം വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആളക്കറിയും അതുപോലെ തന്നെ ചാള വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തത്. പിന്നെ ഞാനിതാ മേശപ്പുറത്തിരുന്ന് അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട്. നമ്മുടെ ഐനൂസ് ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് ഇപ്പോൾ എന്തായാലും ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഷിനിക്കാക്ക് അതേ വർക്കിന് പോയതിന് ശേഷം ഞാനിത് അടിച്ചു വാരി തുടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാ. അങ്ങനെ എന്താ നല്ല ഹോളും അതുപോലെ തന്നെ എല്ലായിടത്തും തുടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഐനൂസിന് ഇതേ പൊറോട്ടയും ഗ്രീൻ പീസും വെച്ചെടുത്തിട്ടുണ്ട്. അവൾ എന്തായാലും അവിടെ നിന്ന് കഴിക്കട്ടെ. അപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. നമ്മുടെ കിടക്കയിലൊക്കെ ബെഡ്ഷീറ്റൊക്കെ നല്ലോണം കുടഞ്ഞ് വിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് കഴുകാൻ വേണ്ടിയിട്ട്. അതെല്ലാം അങ്ങോട്ട് കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സിങ്ങും അതുപോലെ തന്നെ തിണ്ണയും നമ്മുടെ ബേസിനും എല്ലാം കൂടെ നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ തുടച്ചിട്ട് അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതേ കുറച്ച് തുണികൾ അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൈയോടെ അങ്ങനെ അലക്കിയിടുന്നുണ്ട് കേട്ടോ. അല്ല, അലക്കാൻ വേണ്ടിയിട്ട് മിഷ്യത്തിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് എന്നെ ഇങ്ങനെ ആക്റ്റീവായിട്ട് കാണാനായിട്ടോ കൂടുതൽ ഇഷ്ടം. കാരണം തളർന്നൊടുങ്ങിയിരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇന്നലെ ഞാൻ ഭയങ്കര അവശതയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കെല്ലാം പടച്ചോൻ്റെ അനുഗ്രഹത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം പോയി ഐനൂസും ഞാനും ഇവിടെ കുളിച്ചിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് ഐനൂന് അപ്പം തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര മടിയായിരിക്കും ഉൾപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ എൻ്റെ കുറച്ച് മടക്കാനുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൈയോടെ അങ്ങനെ മടക്കാമെന്ന് വിചാരിച്ചു. കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് സത്യം പറയാൻ വേണ്ടിയിട്ട് ഒരു ആശ്വാസമൊക്കെ കിട്ടിയത്. അങ്ങനെ ഇതാ ഓരോ തുണികളായിട്ട് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയോളം നമ്മൾ കുഞ്ഞു വീഡിയോ സുഹൃത്തുക്കളായിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ്